അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ചേച്ചിയുടെ വീഡിയോസുകളൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് വീഡിയോ. വേറൊന്നും അല്ല കേട്ടോ, സമയക്കുറവും പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ അതിലധികം മടി. പിന്നെ അതിനിടയ്ക്ക് ശിവാനിക്ക് ഒരാഴ്ചത്തെ നോയമ്പെടുക്കേണ്ടി വന്നു. വഴിപാടുണ്ടായിരുന്നു, ശബരിമലയ്ക്ക് നിറ കൊടുത്തയക്കാന്നുള്ളൊരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കൊല്ലം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞുമക്കളെ വഴിപാടൊക്കെ വേഗം ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്ത് തന്നെ വഴിപാട് വിചാരിച്ചാലും അത് നമ്മൾ വേഗം ചെയ്ത് പോവുക. അപ്പോൾ അന്നത്തെ രാത്രി തന്നെ വീട്ടിലോട്ട് വന്നു. പിറ്റേ ദിവസം കാലത്ത് തന്നെ അതിരാവിലെ കുളിച്ച് ഗണപതി ഹോമത്തിനൊക്കെ കൂടി നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. 10:30 ശിവാനിയുടെ നിറാന്ന് പറഞ്ഞു. പക്ഷേ ഒരു 12 മണി 12:30 ആയി കേട്ടോ. ഒത്തിരി പേരെ നിറയുണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതൊക്കെ എൻ്റെ ചേട്ടന്മാരെ മക്കളാണ് കേട്ടോ. ഇതെൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് നിറയുണ്ട് കേട്ടോ. ഇതെൻ്റെ ബന്ധുമിത്രാദികളാണ്, മൊത്തം നമ്മുടെ ബന്ധുക്കളാണ് കേട്ടോ. നമ്മുടെ തറവാടാണ്. ഇവിടെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞ് അമ്പലമാണ് കേട്ടോ. അപ്പോൾ ശിവാനിയുടെ നിറ എത്തി കേട്ടോ. വേഗം തന്നെ നിറയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാപ്പൻ്റെ കൂടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട്, ഫുഡ് അടിപൊളി ഫുഡാണ് കേട്ടോ. എന്ത് തന്നെ സദ്യ ഉണ്ടായാലും ഞാൻ സാമ്പാർ കൂട്ടൂല കേട്ടോ. അപ്പോൾ സാമ്പാർ കൂട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി പപ്പടം ഞാൻ ചോറിൽ കൂട്ടി കുഴച്ച് തിന്നൂല, പായസത്തിൽ മാത്രമേ കുഴച്ച് കൂട്ടി തിന്നുള്ളൂ. പിന്നെ മത്തങ്ങയും പയർ, ഇഞ്ചമ്പുളി, കേബേജ്, നല്ല മാങ്ങച്ചാറ്. മത്തങ്ങയും പയറും ഞാനൊരു ജീവിതത്തിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ രണ്ടും ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, പപ്പടവും മത്തങ്ങയും. അതെന്താണെന്നാവോ എനിക്ക് ഇഷ്ടമില്ലാത്തത്, എന്തുകൊണ്ടാണെന്നാവോ. അതൊക്കെ കഴിഞ്ഞ് പാലടയാണ് കേട്ടോ. പാലട സൂപ്പറായിരുന്നു, എനിക്കെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും വീഡിയോസുകളുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പിന്നീ കൂടെ ഞാൻ ഇടാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പോൾ